റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും നേരിട്ടൊരു റെയിൽവേ ലിങ്ക് സ്ഥാപിക്കാൻ റഷ്യൻ സർക്കാർ ഒരുങ്ങുന്നതായാണ് വാർത്തകൾ. മധ്യേഷ്യൻ രാജ്യങ്ങളിലൂടെയും ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലൂടെയും കടന്നുപോകുന്ന ഒരു പുതിയ റെയിൽവേ കോറിഡോറാണ് റഷ്യൻ നിർദ്ദേശത്തിൽ ഉള്ളത്. ബോസ്ഫറസ്, ഹോർമൂസ് എന്നിവിടങ്ങളിലെ നിലവിലെ സുരക്ഷാ ഭീഷണികളും അപകട സാധ്യതകളും കുറയ്ക്കാൻ ഇത്തരമൊരു റെയിൽ ലിങ്ക് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂറോപ്പിനെ ആശ്രയിക്കുന്നത് കുറച്ച് ഏഷ്യൻ വിപണികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് റഷ്യയുടെ നിലനിൽപ്പിന്റെ കൂടി ആവശ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു നേരിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി ലഭിക്കുന്നതോടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം അതിവേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സാധ്യമാക്കാൻ റഷ്യയ്ക്ക് കഴിയും. ഇന്ത്യ, ഇറാൻ, റഷ്യ, യൂറോപ്പ്, മധ്യേഷ്യ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരക്ക് ഗതാഗത ശൃംഖലയായ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതി. നിർദ്ദിഷ്ട റെയിൽപാത യാഥാർത്ഥ്യമായാൽ റഷ്യയിൽ നിന്നും മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി വേഗത്തിലാകും. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും വ്യാപാര വളർച്ചയ്ക്കും ഇത് വലിയ തോതിൽ കരുത്തേകും. എന്നിരുന്നാലും ഈ പദ്ധതി കടന്നുപോകേണ്ട പാത ഭൗമരാഷ്ട്രീയമായി വളരെ സങ്കീർണമാണ്. തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെയുള്ള പാതകളാണ് ഇതിനായി പരിഗണനയിലുള്ളത്. അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും രാഷ്ട്രീയ അസ്ഥിരതയും ഭീകരവാദ ഭീഷണികളും ഇത്രയും വലിയൊരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് വൻ സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നതിൽ സംശയമില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തുന്ന റെയിൽപാതയുടെ പ്രായോഗികതയിൽ ഇന്ത്യക്ക് സംശയങ്ങളുണ്ടാകാം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീളുന്നതും കഠിനമായ ഭൂപ്രകൃതിയിലൂടെ കടന്നുപോകുന്നതുമായ റെയിൽവേ പാത നിർമ്മിക്കാൻ വൻതുക നിക്ഷേപിക്കേണ്ടി വരും. നിലവിൽ പ്രാഥമിക നിർദ്ദേശങ്ങൾ മാത്രമുള്ള ഒരു പദ്ധതിയാണിത്. സുരക്ഷാ വെല്ലുവിളികൾ പരിഹരിക്കുക എന്നത് പദ്ധതിയെ സംബന്ധിച്ച് വലിയൊരു കടമ്പ തന്നെയായിരിക്കും. റഷ്യയുടെ ഈ നീക്കം ഏഷ്യൻ മേഖലയിൽ ഏതു തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.